ഹലോ എവ്രി വൺ, കോസ്മോ മലയാളിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം സവിത ആൻഡ് ദാറ്റ്സ് മൈ കോ ഹോസ്റ്റ് നിതിൻ. ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വി ഹാഡ് ടോക്ഡ് എ ബിറ്റ് അബൌട്ട് മ്യൂസിക്. പക്ഷേ ആ എപ്പിസോഡിൽ വി ഹാഡ് പ്രോമിസ്ഡ് വി വിൽ ബ്രിങ് ഇൻ എ പേഴ്സണാലിറ്റി who is a bit more involved in music in a more professional capacity. So we keep our promise. Let's see who we've got this time. Nagumo ganale neena jali telisi Nagumo ganale neena jali telisi nanu bro Shri Raghuvarani Nagumo. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന്. അപ്പോൾ ഇറ്റ് ഈസ് നൺ അതർ ദാൻ അരവിന്ദ് വേണുഗോപാൽ. അരവിന്ദിന്റെ തുടക്കം തന്നെ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു പ്രതിഭയിലാണ്. വേറെ ആരുമല്ല, ജി വേണുഗോപാൽ. നമ്മള് ജനിച്ച് വളർന്നു വരുന്ന സമയത്ത് കുറെ പാട്ടുകൾ സമ്മാനിച്ച, നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ച ജി വേണുഗോപാലിന്റെ മകൻ അരവിന്ദ് വേണുഗോപാലാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അതെ, അരവിന്ദ് ഇസ് എ പേഴ്സൺ വിത്ത് എ ലോട്ട് ഓഫ് വണ്ടർഫുൾ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഈ ഒരു ചെറിയ എപ്പിസോഡ് വെച്ചിട്ട് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ വി തോട്ട് വിൽ ഡു ഇറ്റ് ഇൻ 2 എപ്പിസോഡ്സ്. ഈ എപ്പിസോഡിൽ വിൽ കോൺസെൻട്രേറ്റ് ഓൺ ഹിസ് ഇൻവോൾവ്മെന്റ് വിത്ത് മ്യൂസിക് ആൻഡ് അടുത്ത എപ്പിസോഡിൽ വിൽ ലുക്ക് ഇൻ ടു ഹിസ് ഫിലിം ഇൻവോൾവ്മെന്റ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ അതും കാണണം. അതാണ് അതിന്റെ കംപ്ലീഷൻ വരുന്നത്. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. Arvind, welcome to Cosmo Malayali. We are so happy to have you interviewed for this episode. അപ്പോൾ വെൽക്കം. ഞാൻ ആദ്യത്തെ ചോദ്യം തന്നെ ചോദിക്കാൻ പോകുന്നത്, എല്ലാം തുടങ്ങുന്നത് അച്ഛനിൽ നിന്നാണല്ലോ. സോ ഹൗ മച്ച് ഹാസ് യുവർ ഫാദർ, അച്ഛൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പാട്ടില്? നാച്ചുറലി എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അച്ഛൻ തന്നെയാണ് ഇൻ ടേംസ് ഓഫ് മ്യൂസിക്. കാരണം ജനിച്ച സമയം തൊട്ടേ ഞാൻ റെഗുലർലി കേൾക്കുന്ന വോയിസും സിംഗിങ് സ്റ്റൈലും എല്ലാം അച്ഛൻ തന്നെയാണ്. ഐ ഹവ് ഗ്രോൺ അപ്പ് വാച്ചിങ് ഹിം പ്രാക്ടീസ് ഇൻ ദ മോർണിംഗ്, പ്രാക്ടീസ് ഫോർ ഷോസ്, പ്രാക്ടീസ് ഫോർ റെക്കോർഡിങ്സ്, ഡു ഷോസ്, ഡു റെക്കോർഡിംഗ്. മൈ എൻറ്റയർ ലൈഫ് ഐ സീൻ ഹിം ഡു ദാറ്റ്. സോ ഒബ്വിയസ്ലി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത, ഇൻഫാക്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത അച്ഛൻ തന്നെ ആയിരിക്കണം. ചെറുപ്പത്തിലേ മുതലുള്ള ഒരു ഇതായിരുന്നു അതെയോ പിന്നീടാണോ ആ ശരിക്കുള്ള ഇൻഫ്ലുവൻസ് മെറ്റീരിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്? മേ ബി ആസ് എ വോക്കലിസ്റ്റ് പതുക്കെയാണ് മെറ്റീരിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് ഐ വാസ് ഓൾവേസ് ഇൻ ടു മ്യൂസിക്. ഞാൻ ടെക്നിക്കലി വെൽ ട്രെയിൻഡ് ഇൻ മ്യൂസിക്. ഞാൻ പിയാനോ ആണ് പഠിച്ചത്, വോക്കൽസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഐ ഹവ് ഓൾവേസ് ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് വൺ വേ ഓർ ദി അതർ. You're born into a very talented family. Achan ingane G Venugopal itrayum oru celebrity singer. Amma Rashmi, she is a dancer, she plays veena. Your aunt Sujata Mohan, Radhika Tilak, and your cousin Shweta Mohan. Your uncle Chandratan, he plays, is an amazing violinist. Raja sir kuda play idirno. And your paternal grandmother was the head of the music department alle Women's College Trivandrum. Women's College Trivandrum. അതെ. അപ്പോ your അച്ഛന്റെ aunts, Parur sisters, they were famous singers as well. അപ്പൊ ഇത്രയും ഒരു we know for sure you've got the genes, you've got the lineage. അപ്പം എന്താണ്, you mentioned piano ആണ് കൂടുതൽ പഠിച്ചതെന്നുള്ളത്, എന്താണ് വോക്കൽ പഠിക്കാതിരുന്നത്? And how much have you learned music wise? Music wise, I don't know. For some reason, I was never interested in learning Carnatic music. എനിക്ക് ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. വോക്കൽ ട്രെയിനിങ്ങും താല്പര്യമില്ലായിരുന്നു. My dad had in fact tried
This is when I was 6 or 7 years. ആ ഒരു സമയത്ത് he sat me down, ഒരു ഗുരുവിനെ കണ്ടെത്തി എന്നെ പഠിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ I was not interested at all. അവസാനം ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഇത് അതെ. പഠിക്കേണ്ടെന്ന് വെച്ചിട്ട് അച്ഛൻ അത് നിർത്താൻ പറഞ്ഞത്. പക്ഷെ I was always inclined towards music, but just that I really liked the piano for some reason. അപ്പൊ ആദ്യം ഒരു കീബോർഡ് വീട്ടിലുണ്ടായിരുന്നു. I used to learn on that. അത് കഴിഞ്ഞിട്ട് I started learning western piano. പിയാനോയിൽ 8th grade വരെ ഞാൻ ഇരുന്നിട്ടുണ്ട് എക്സാമിന്. ഇങ്ങനത്തെ ഇന്റർവ്യൂസിന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണല്ലോ, അച്ഛന്റെ പാട്ടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ അത് ഏതാണ് അരവിന്ദിന് ഏറ്റവും ഇഷ്ടം? അത് പറ്റുമെങ്കിൽ ഒരു 2 വരി പാടാൻ പറ്റുമോ? അത് ചേഞ്ചസ് വിത്ത് സീസൺ. തുടങ്ങിയപ്പോ അപ്പൊ ഞാൻ ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് എല്ലാരും ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് ഓരോ വർഷവും ഞാൻ അങ്ങനെ പാട്ട് മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ എല്ലാ പാട്ടുകളും ഭംഗിയുള്ളതാണ്. അത് ഏതാണ് ഇഷ്ടം എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ, എല്ലാ അച്ഛന്റെ ഏർലിയർ ടൈംസിൽ രാരീരം രാരോ, മായാമഞ്ചലിൽ ഒന്നാം രാഗം പാടി, absolute. പിന്നെ കള്ളിക്കളത്തിലത്തെ 2 പാട്ടുകളും പൂത്താലമ്പലം കയ്യിലെത്തിയാൻ ആകാശഗോപുരം, മോസ്റ്റ്ലി ഹിസ് കൊളാബറേഷൻ ജോൺസൺ മാസ്റ്റർ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ. പൂത്താലം വലം കൈയിലേന്തി വാസന്തം മധുമാരിയ സുമരാജേ കാറ്റിൻ തൂവൽ തഴുകി കന്യാവനമിളകി പൂത്താനം വലം കൈയിലേന്തി വാസന്തം. This is my current favorite. ഇപ്പൊ ചോദിക്കുമ്പോ ഞാൻ പാടുന്ന പാട്ടാണത്. ഇപ്പോഴും ആ പാട്ടില് അച്ഛന്റെ ആ ശബ്ദം ചെറുതായിട്ടല്ല നല്ലോണം ഉണ്ട്. അപ്പം അച്ഛന്റെ പാട്ടുകൾ പാടുമ്പോ യൂഷ്വലി സബ്കോൺഷ്യസ്ലി അറിയാണ്ട് it does bring nostalgia to me, definitely. Well done. Arvind, ഇപ്പം you're born and brought up in a family surrounded by artists. എല്ലാവരും എന്താ പറയാ, വെൽ നോൺ, നന്നായിട്ട് അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ആണ് എല്ലാവരും. അപ്പം അതിനകത്ത് കുറെ I'm sure there are advantages and not so great advantages, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതൊക്കെ. അപ്പം അരവിന്ദിനെ സംബന്ധിച്ചോളം എത്രയും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ മാത്രം എന്താണ് പറയാനുള്ളത്? മെയിൻ അഡ്വാൻറ്റേജ് ഇസ് ദി ആക്സസിബിലിറ്റി ടു കമ്പോസേഴ്സ്. ഏത് സിംഗറും ഏത് മ്യൂസിഷ്യനും എനിക്ക് നമ്പർ വേണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, എനിക്ക് എത്ര നമ്പർ. For everyone else, they have to make at least 10-15 calls to get just that number. അപ്പൊ ആ ഒരു accessibility is definitely there, and not many people have. Only insiders മാത്രമുള്ള ഒരു ലക്ഷറിയാണ്. The disadvantage being that once you're in, you're always going to be compared to everyone in the family, because all of them are very proficient singers and compared to പ്രഷർ ആണല്ലേ അതൊരു. അപ്പൊ ഞാനിങ്ങനെ അരവിന്ദനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഗൂഗിളില്, ട്വിറ്ററില്, യൂട്യൂബ് അതിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ട്വിറ്ററിൽ ഒരു ഇത് കണ്ടു. 2012 you had put in something that joblessness leads to എന്ന് പറഞ്ഞിട്ട് ഓമന പെണ്ണെ എന്നുള്ളൊരു പാട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. So what's the story behind it? എന്താണ്? I think I was playing it down. That was a lot of effort. That was in fact my first ever recording. അതായത് ഒരു മൈക്കിന് മുമ്പിൽ സ്റ്റുഡിയോ അല്ല, that was a home studio setup ആയിരുന്നു. At that time, I started singing in college. So second year, we had a band. ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ കോളേജിലത്തെ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ ചേർന്നിട്ടൊരു കോളേജ് ബാൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ we used to represent the college in many festivals and we used to win quite a lot. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ one of the keyboardist of our band, Mervin എന്നാണ് പേര്. He is a very popular music director in Tamil. Vivek Mervin, the combo Mervin used to be my keyboardist. He was always interested in getting into film music. He wanted to compose from at that time itself. അപ്പൊ ആ സമയത്ത് അവന്റെ സ്ഥിരം സിംഗർ ഞാനായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം വി വെന്റ് ഓവർ ടു ഹിസ് ഹൗസ്, വി ആക്ച്വലി റെക്കോർഡഡ് ദിസ് ട്രാക്ക്. ആ സമയത്ത് വിണ്ണേ താണ്ടി വരുവായ ഇറങ്ങിയ സമയമായിരുന്നു. And we had this very quirky cover version of that we used to perform live ആയിട്ട് പെർഫോം ചെയ്യും. ചെറിയൊരു വേർഷൻ ഉണ്ടായിരുന്നു. We thought we'll do that, add some program beats. അത് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ആ വേർഷൻ ചെയ്യുന്നത്. So that was my first ever recording. And അതാണ് ഞാൻ അച്ഛനെ അയച്ചു കൊടുത്തപ്പോൾ that is when he
sort of realized that, okay, I don't sound so bad. Recorded voice അത്യാവശ്യം തരക്കേടില്ലെന്നപ്പോഴാണ് അച്ഛന് മനസ്സിലാവുന്നത്. Yeah, And it was really nice to hear that. അത് beautiful ആയി വന്നിട്ടുണ്ടായിരുന്നു. തിരടി കൊണ്ട ഓമനപ്പെണ്ണെ 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 ഓമനപ്പെണ്ണെ. ചിറകെങ്ങ് വാനമെങ്ങ്, ആ പാട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? ആ അതെങ്ങനെയാണ് പാട്ട് സംഭവിച്ചത്? ഓമനപ്പെണ്ണെ കാരണമാണ് കിട്ടിയത്. ഓക്കെ. Okay. So I sent it to dad, and Achan really liked it. So Achan, the close group of friends, one is my aunt, Sujata. Ammaiki അയച്ചു കൊടുത്തു. The other was Srinivas, and Srinivas was the senior in college, so they go a long way back. Before either of them started singing professionally, they both were college mates ആയിരുന്നു. Okay. അപ്പോൾ ശ്രീനി അങ്കിളിന് അയച്ചു കൊടുത്തു. കോയിൻസിഡന്റ്ലി ഹി വാസ് കമ്പോസിംഗ് ഫോർ ദിസ് മൂവി കോൾഡ് ട്രെയിൻ. അപ്പൊ ആ സമയത്താണ് എന്റെ ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ ആദ്യം എന്നെ വെറുതെ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പാട്ടുണ്ട്, വെറുതെ ഒന്ന് ട്രാക്ക് പാടിയിട്ട് പോകും. അച്ഛൻ ആ സമയത്ത് ചെന്നൈയിലുണ്ടായിരുന്നു. സോ ഹി ഓൾസോ ഹാഡ് കം ഡൗൺ ടു ഹിസ് ഹൗസ് ഫോർ ദ റെക്കോർഡിംഗ്. അപ്പോൾ ദാറ്റ് വാസ് എ വെരി കാഷ്വൽ ഒരു അഫെയർ ആയിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ നോ ഇറ്റ് വാസ് ഗോയിങ് ടു കം ഔട്ട് ഓർ നോട്ട്. അത് കഴിഞ്ഞിട്ട് ജയരാജ് സർ, ഹു വാസ് ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം, പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഹി റിയലി ലൈക്ഡ് ഇറ്റ്, സോ ഹി കൺഫേംഡ് ദ വോയിസ്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോയിട്ടാണ് ഫൈനൽ പാടുന്നത്. Then it turned out to be a duet with his daughter singing the female portion, Sharanya singing the female portions of it. So yeah, that's how that song happened. പിന്നെ over the years you have had some playback singing opportunities. പക്ഷെ അതിൽ ഏറ്റവും prominent ആയി വന്നിരിക്കുന്നത് മഴപാടും, for which you got the best duet award അല്ലേ? മലയാള മനോരമ മ്യൂസിക് അവാർഡും റെഡ് FM മ്യൂസിക് അവാർഡൊക്കെ. Yeah. So അതില് how was it to work with Deepak Dev and Aparna Balamurali and all? അപർണയുടെ അവിടെ ആക്ച്വലി എനിക്ക് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ദ സോങ് സോർട്ട് ഓഫ് സ്റ്റാർട്ടഡ് വിത്ത് മീ ആൻഡ് ദീപകേട്ടൻ. അതായത് ദീപകേട്ടൻ ഹാഡ് ഹേർഡ് എ കപ്പിൾ ഓഫ് മൈ കവർ സോങ്സ് ഓൺ യൂട്യൂബ്. ആൻഡ് പുള്ളിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ പാടുന്ന കാര്യം. കോയിൻസിഡന്റ്ലി കണ്ടതാണ്. ഇറ്റ്സ് ലേറ്റർ ഹി ന്യൂ ദാറ്റ് ഐ എം ദിസ് പേഴ്സൺസ് സൺ. ഐ റിമെമ്പർ അച്ഛൻ ടെലിംഗ് മീ ഇൻ 2015 ലൈക് ദീപക് ദേവ് ഒരു മെസ്സേജ് അയച്ചു, എന്റെ ദീപകിന്റെ ഒരു കവർ നീ ചെയ്തില്ലേ, വിച്ച് വാസ് മറ്റേ ഗ്രാൻഡ് മാസ്റ്ററിലത്തെ അകലെയോ അകലെയോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. And I had done a cover version of that, which was on YouTube. He had heard that and had messaged that saying that the മകൻ പാടുന്ന കാര്യം നമ്മുടെ അടുത്ത് എന്താ പറയാത്ത ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇവന് പാട്ട് ഞാൻ കൊടുക്കാന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് അൺടിൽ 2 years later that മഴപാടും actually happened. അപ്പൊ Jisset and Jisjoy, who was the director of the film, also liked a couple of my cover songs which I did for Music Mojo, Kappa TV. Both of them had decided that Arvindine കൊണ്ടാണ് ഈ പാട്ട് പാടിപ്പിക്കുന്നത്. And only the basic tune was constructed when I was involved. That was the first time it was happening. സാധാരണ most of the times I will be the last person to sing that song. അതായത് ബാക്കി ട്യൂൺ സെറ്റ് ആയിരിക്കും, സ്ട്രിംഗ് സെക്ഷൻ എടുത്തിട്ടുണ്ടാവും, ഗിറ്റാർസ് എല്ലാം ഉണ്ടാവും. ഞാൻ കൂടെ പോയി പാടിക്കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് കൂടെ കഴിഞ്ഞാൽ പാട്ട് റെഡിയായി. ഐ എം ദ ലാസ്റ്റ് പേഴ്സൺ ടു ഗോ ഓൺ ബോർഡ്. ഇത് നേരെ തിരിച്ചായിരുന്നു. ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ. ബാക്കി എന്തും റെക്കോർഡ് ചെയ്യണം മുമ്പ് ഐ വെന്റ് ടു സ്റ്റുഡിയോ ഇൻ എറണാകുളം. പുള്ളി എന്നെ ഇരുത്തിയിട്ട് ബേസിക് ട്യൂൺ എന്നെ പഠിപ്പിച്ചു തന്നു. ലിറിക്സ് അപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം ട്യൂൺ എന്റെ സ്കെയിൽ വാസ് എ ലിറ്റിൽ ഹൈ ഫോർ മീ. എനിക്ക് പാടാൻ കുറച്ച് പാടായിരുന്നു. ഇല്ല നമുക്ക് കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് ഈ റെഡ്യൂസ് ദ സ്കെയിൽ. സോ മോർ ഓർ ലെസ് ദ സോങ് വാസ് കൺസ്ട്രക്റ്റഡ് അറൌണ്ട് മൈ കംഫർട്ട് സോൺ. ആൻഡ് ഐ ഹാഡ് I think that was the only time that I did that. ബാക്കി എല്ലാ സമയത്തും ബേസിക് ഒരു ട്രാക്ക് എങ്കിലും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും പാടിയ ഒരു ട്രാക്ക് എനിക്ക് അയച്ചിരുന്നു റെഫറൻസ് ആയിട്ട്, കേട്ടിട്ട് ട്യൂൺ പഠിക്കാൻ. ഐ ഹാഡ് നോ ക്ലിക്ക്. ഇതില് ബ്ലൈൻഡ് ആയിട്ട് ഞാൻ പോകുന്നത്. പക്ഷെ പല മ്യൂസിക് ഡയറക്ടേഴ്സ് ഇത്ര ഫ്ലെക്സിബിൾ അല്ല അല്ലേ? ലൈക്ക് ഹൗ ഹി ഗോട്ട് ഇറ്റ് very comfortable for you. Everyone has their own process. For Raja sir, I know for the fact that he's very demanding, in the sense that whatever flexibility adhigilla, but what he does is extremely so precise that he wants it to come out the exact same way. അത് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ പ്രോസസ് ഉണ്ട്. അല്ല, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആക്ച്വലി ഞങ്ങളുടെ പ്രീവിയസ് എപ്പിസോഡ് വാസ് അബൌട്ട് ബേസിക്സ് ഓഫ് മ്യൂസിക്, റൈറ്റ്? അത് അരവിന്ദ് കണ്ടറിയും. അരവിന്ദിനൊക്കെ അതൊക്കെ ഒന്നും ആയിരിക്കില്ല, ബേസിക്സ് പോലും ആയിരിക്കില്ല. പക്ഷെ അതെന്റെ ഒരു ലിമിറ്റഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ബ്ലബ്ലാബർ ചെയ്ത ഒരു എപ്പിസോഡാണ് കേട്ടോ. അത് ഈ ഒരു എപ്പിസോഡിന് ഒരു പ്രലോഗായിട്ട് വെച്ചിട്ട്. പക്ഷെ അതിനകത്ത് ഇവർ ടോക്കിംഗ് അബൌട്ട് സ്കെയിലും റേഞ്ച് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. നൗ
ടു മീ ഇറ്റ് മേക്സ് മച്ച് മോർ സെൻസ്. ഇപ്പോൾ അരവിന്ദ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. അരവിന്ദ് പറഞ്ഞില്ല കുറെ കവർ സോങ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇത് കൂടുതൽ എപ്പോഴാണ് ചെയ്തത്? എന്തായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? ആൻഡ് എങ്ങനെയാണ് ഇത് ഈ കവർ സോങ്സ് പബ്ലിഷ് ചെയ്യുന്നതും അങ്ങനത്തെ ചാലഞ്ചസ് ഒക്കെ എന്തായിരുന്നു? ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരില്ലേ അതില്? ദാറ്റ് വാസ് ഓൺലി ലേറ്റർ. യൂട്യൂബിൽ കുറച്ച് പോപ്പുലാരിറ്റി വന്നപ്പോഴാണ് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങിയത്. മൈ ഏർലി ട്രിസ്റ്റ് വിത്ത് കവർ സോങ്സ് കോളേജിൽ തുടങ്ങിയത്. ഈ ഓമിനെപ്പന്നെ അല്ലാണ്ട് വേറെ കുറച്ച് കവർ സോങ്സ് ഞങ്ങൾ വെറുതെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. നില കൈകരുത്, കപ്പിൾ ഓഫ് ദം വിച്ച് ഐ അപ്ലോഡഡ് ഓൺ മൈ സൗണ്ട് ക്ലൗഡ് പേജ്. അതാണ് ആദ്യമായിട്ട് കവർ സോങ്സ് ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് ലേറ്റർ എനിക്ക് തോന്നുന്നു അച്ഛന്റെ there was a show for which I covered അകലെയോ, ദീപകേട്ടൻ കണ്ട പാട്ട്. അത് മാതൃഭൂമി കമ്മീഷൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ദേ വാണ്ടഡ് അങ്ങനെ അച്ഛനും മകനും കൂടെ ചേർന്നിട്ട് ഒരു ഓണം പ്രോഗ്രാം ആണ്. നിങ്ങൾ രണ്ടുപേരും അച്ഛന്റെ പാട്ടുകൾ തന്നെ എടുത്ത് പാടണം. അച്ഛൻ ഹാഡ് ദി ഐഡിയ എല്ലാം എന്റെ പാട്ടാവണ്ട, ഇവൻ വേറെ ഏതെങ്കിലും പാട്ട് പാടട്ടെ എന്ന രീതിയിലാണ് ഹി ഗേവ് മീ ദി ഓപ്ഷൻ ഓഫ് പിക്കിംഗ് അനദർ സോങ്. അപ്പൊ അതെടുത്തിട്ടാണ് പാടുന്നത്. പിന്നെ വരുന്നത് ബേസിക്കലി മ്യൂസിക് മോജോ. ഐ തിങ്ക് അവിടെ തൊട്ടാണ് കവർ സോങ്സ് പോപ്പുലാരിറ്റി, എന്റെ കവർ സോങ്സിന് കുറച്ച് പോപ്പുലാരിറ്റി വരുന്നത് മ്യൂസിക് മോജോയിൽ ചെയ്ത സെഷൻസിനാണ്. അതും കമ്മീഷൻ പ്രോജക്ട്സ് ആയിരുന്നു. സോ അവര് നേരത്തെ പറയും ഇങ്ങനത്തെ ചില കമ്പനീസ് അല്ലെങ്കിൽ ചാനൽസിന്റെ പാട്ട് എടുക്കുകയാണെങ്കിൽ കോപ്പി റൈറ്റ്സ് ക്ലെയിം വരും. സോ യു കാൺട്ട് ഡു ദീസ്. അവർക്ക് ആ ലിസ്റ്റ് ഉണ്ടാവും. ചില മ്യൂസിക് ലേബിൾസുമായിട്ട് ദേ ഡോണ്ട് ഹാവ് എ ടൈ അപ്പ്. സോ യൂഷ്വലി ഞാൻ ഒരു 5 പാട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു 10 പാട്ട് സെലക്ട് ചെയ്ത് അവർക്ക് അയക്കും. സോ അതിൽ ഏതെങ്കിലും ഒക്കെ ക്യാൻസൽ ആയി പൊയ്ക്കൊണ്ടിരിക്കും. ദെൻ ഐ കൻ ഫിഗർ ഔട്ട് വിച്ച് 5 ടു ഡു. ഞാൻ യൂട്യൂബിൽ വേറൊരു ചാനൽ ശ്രദ്ധിച്ചിരുന്നു. അതായത് വേണുഗോപാൽ സാറും അരവിന്ദും കൂടിയിട്ട് പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ. ഹൃദയ വേണു. ദാറ്റ്സ് ഹിസ് ചാനൽ, ഹൃദയ വേണു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള പാട്ടുകളാണോ അതിനകത്ത്? അല്ല, അത് അച്ഛന്റെ ചാനൽ, അച്ഛന്റെ പഴയ പാട്ടുകള്, പഴയ വീഡിയോസ് ഇങ്ങനെ പതുക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി ചാനലാണ്. സോ അതിന്റെ ഇടയ്ക്കാണ് അത് ഹോൾ ഡാഡ് സംതിങ് കൂടെ. ഇറ്റ് വാസ് വെരി മാർക്കറ്റബിൾ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് വി തോട്ട് വിൽ ഡു എ കപ്പിൾ ഓഫ് ഹിസ് ഓൾഡ് സോങ്സ്. അത് ഞങ്ങൾ കവർ ചെയ്തു എന്നേ ഉള്ളൂ. What other languages do you sing other than Malayalam? അങ്ങനെ opportunities കിട്ടിയിട്ടുണ്ടോ? I've recorded recently actually. കഴിഞ്ഞ മാസം ഞാൻ പാടിയ ഒരു കന്നഡ പാട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. as in I sang for a Kannada film, 2 songs for a film. I think one of the songs have released, മേഘരാജന രാഗ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരത് ആക്ച്വലി അവരും ഇതേപോലെ മ്യൂസിക് മോജോയിലോ കവർ സോങ്സ് കേട്ടിട്ടാണ് വിളിക്കുന്നത്. I thought since Nagumo was very popular, I thought Nagumo കേട്ടിട്ടാ വിളിക്കുന്നത്. പക്ഷെ ആക്ച്വലി അവർ ആദ്യം കേട്ടത് എന്റെ മ്യൂസിക് മോജോ വർക്ക്സ് ആയിരുന്നു. അത് കേട്ടിട്ടാണ് വിളിച്ചതെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ആൻഡ് അരവിന്ദിന് ഇങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ ജോണർ പാടാൻ ഇഷ്ടമാണോ? ലൈക്ക് സാഡ്, ഹാപ്പി സോങ്സ്, ഫോക്ക് ടൈപ്പ് സോങ്സ്, എങ്ങനെ, ഓർ മോർ ക്ലാസിക്കലി? നഗുമോ ഒക്കെ പാടിയപ്പോ കുറെ കൂടെ ഒരു സെമി ക്ലാസിക്കൽ ഇഷ്ടം. എങ്ങനത്തെ ടൈപ്പ് പാട്ടാണ് ഇഷ്ടം പാടാൻ? Nagumo was actually a little hard for me to sing. കാരണം കർണാട്ടിക് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ദേ വാണ്ടഡ്. അതായത് കർണാട്ടിക് ഒരു അംശം ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് സിംഗിങ് ആയിരുന്നു അവർക്ക് ആവശ്യം. സോ ഐ ഫിറ്റ് ഇൻ കറക്റ്റ്ലി ടു വാട്ട് ദേ വാണ്ടഡ്. എനിക്ക് കൂടുതലും ഇഷ്ടം മെലഡീസ് പാടാനാണ്. അച്ഛന്റെ കൈൻഡ് ഓഫ് മെലഡീസ് ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങൾ പാടാനാണ് എനിക്ക് ഇഷ്ടം. യൂഷ്വലി ഐ ടേക്ക് റൊമാൻറ്റിക് മെലഡീസ് ആണെങ്കിൽ, സാഡ് ആണെങ്കിൽ മെലഡീസ് പാടാനാണ് എനിക്ക് ഇഷ്ടം. ബിക്കോസ് എസ്പെഷ്യലി വേണുചേട്ടന്റെ പാട്ടുകൾ പാടുമ്പം കണ്ണടച്ചിരുന്ന അരവിന്ദ് പാടുമ്പോ അത് സൗണ്ട്സ് ജസ്റ്റ് ലൈക്ക് യുവർ ഫാദർ. ആൻഡ് അതേപോലെ അരവിന്ദ് വേറെ സിംഗേഴ്സിന്റെ പാട്ടുകൾ പാടുമ്പോ ഡു യു തിങ്ക് യു ഫീൽ ലൈക്ക് യു വോണ്ട് ടു ഇമിറ്റേറ്റ് ദം, ഓർ ഡു യു തിങ്ക് യു ഹാവ് യുവർ ഓൺ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഐ ഹാവ് എ വെരി കാഷ്വൽ സ്റ്റൈൽ. ഇത് വിനീതന്റെ അടുത്ത് പറഞ്ഞത്, നീ ഒരു അലസതയോടെയാണ് നീ പാടുന്നത്, വിച്ച് ഇസ് എ സ്റ്റൈൽ ഇൻ ഇറ്റ്സെൽഫ്. ദാറ്റ് സൗണ്ട്സ് ഗുഡ് വെൻ യു ഡു ഇറ്റ്. വെൻ ഡൺ റൈറ്റ് ഇറ്റ് സൗണ്ട്സ് ഗുഡ്. പക്ഷേ സിൻസ് ഐ എം നോട്ട് ഫോർമലി ട്രെയിൻഡ് ഇൻ വോക്കൽസ്, ഞാൻ സബ് കോൺഷ്യസ്ലി ഐ ട്രൈ ടു ഇമിറ്റേറ്റ്. ഇപ്പൊ ഞാൻ കവർ സോങ്സ് പാടുകയാണെങ്കിൽ, അച്ഛന്റെ പാട്ട് പാടുകയാണെങ്കിലും അച്ഛനെ പോലെ ഞാൻ സബ് കോൺഷ്യസ്ലി അത് പാടും. സോ വെൻ ഐ സിംഗ് മേ ബി ഒരു സോനു നിഗത്തിന്റെ പാട്ട് പാടുകയാണെങ്കിൽ ഞാൻ സോനു നിഗം എങ്ങനെ പാടിയ ഓൾമോസ്റ്റ് അതേപോലെ subconsciously അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ നോക്കും when I sing it. പക്ഷെ when it's me singing it for the first time, it might be just my casual way of you own it, അല്ലേ? You own that song because you are the first singer. അതെ, absolutely. Yeah, that's nice. Okay. നമ്മള് ഇപ്പൊ ഓൾറെഡി നഗുമോനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. ആൻഡ് ക്ലിയർലി നഗുമോ ഈസ് യുവർ, എന്താ പറയാ, ഒരു ഫെയിം ബൂസ്റ്റർ അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ എന്താ ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത്
എന്താണ് അതിനകത്ത്, എങ്ങനെയാണ്, ഹൗ ഇറ്റ് കേം അബൌട്ട്? That was also Nagumo. very coincidental. അതും വളരെ കോയിൻസിഡന്റൽ ആയിട്ട് നടന്നതാണ്. ബിക്കോസ് ഐ ആക്ച്വലി ജോയിൻ ദ പ്രോജക്ട് ഹൃദയം ആസ് എൻ അസിസ്റ്റന്റ് ഡയറക്ടർ. ഐ എം ഓൾസോ ഫിലിം മേക്കിംഗ് സ്റ്റുഡന്റ്. അപ്പോ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് ആദ്യം ആ പടത്തിൽ ഞാൻ ജോയിൻ ചെയ്തത്, വിച്ച് വാസ് ഇൻ 2019 ഡിസംബർ. വി സ്റ്റാർട്ടഡ് ഷൂട്ട് ഇൻ Jan 2020. മാർച്ച് ആകുമ്പോൾ കോവിഡിന്റെ ഫസ്റ്റ് ലോക്ക്ഡൌൺ ആയിരുന്നു. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും സർക്കുലർ കിട്ടി, സെയിങ് ദാറ്റ് അടിയന്തരമായിട്ട് എല്ലാ ഫിലിം പ്രൊഡക്ഷനും ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കേരള ഷട്ട് ഡൗൺ ചെയ്തിട്ട് എവ്രി വൺ ഹാസ് ടു കം ബാക്ക് ഹോം എന്നുള്ള സർക്കുലർ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സോ വി ഹാഡ് ഷോട്ട് ഒരു 50% ഓഫ് ദ മൂവി ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. വി സ്റ്റിൽ ഹാഡ് ദ ഹോൾ സെക്കൻഡ് ഹാഫ് ടു ഷൂട്ട് ആൻഡ് ബിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ആസ് വെൽ. അപ്പൊ ആ സമയത്ത് നഗുമോ എന്ന് പറഞ്ഞ പാട്ട് ഇല്ല. ആ സമയത്ത് ഞങ്ങള് വിനീത് ശ്രീനിവാസൻ എങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഹി റെക്കോർഡ്സ് ഓൾ ദ സോങ്സ് ഫസ്റ്റ്. സോങ്സിന് ബേസിക് ഹി വിൽ ഹാവ് ഓൾ ദ സോങ്സ് റെക്കോർഡഡ്, ഓൺലി ദെൻ വിൽ ഹി ഗോ ഇൻ ടു ഷൂട്ട്. അപ്പൊ ഞങ്ങളടുത്ത് നറേറ്റ് ചെയ്യുമ്പോഴൊക്കെ വിത്ത് ഫൈനൽ സിംഗേഴ്സ് ഓൾമോസ്റ്റ് എക്സെപ്റ്റ് മറ്റേ പൃഥ്വിരാജ് പാടിയ പാട്ടും ജോബ് കുര്യൻ പാടിയ പാട്ടും അല്ലാണ്ട് ബാക്കി എല്ലാ പാട്ടിന്റെയും ഫൈനൽ റെക്കോർഡിംഗ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് ദ ഫൈനൽ സിംഗേഴ്സ്. എന്തായാലും പാട്ടൊന്നും കിട്ടില്ല എന്നുള്ള ഐഡിയയിലാണ് നമ്മൾ എന്റെ ആ പ്രോജക്റ്റിലേക്ക് വരുന്നത്. I didn't imagine that I would get an opportunity to sing. What happened between the time that we stopped shoot and resumed shoot for the second half, which took around 8 months. ആ ഒരു 8 മാസത്തിൽ ഒരു എക്സ്ട്രാ ഒരു 6 പാട്ട് വിനീതേട്ടനും he was trying to ആ ഒരു 8 പാട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ വിനീതേട്ടൻ ഓൾസോ ട്രൈങ് എങ്ങനെയാണ് നമുക്ക് സ്ക്രിപ്റ്റിൽ ചെറിയ ചേഞ്ചസ് വരുത്തുക. സോ ഹി ഡിസൈഡഡ് കുറെ ടോക്കി ആയിട്ടുള്ള പോർഷൻസ് മാറ്റിയിട്ട് നമുക്ക് മൊണ്ടാജ് ആയിട്ട് പോവാം. സോ വിൽ ട്രീറ്റ് ഇറ്റ് ആസ് സോങ്സ് എന്ന് കുറെ തീരുമാനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നഗുമോന്റെ 2 വേർഷൻ അതിൽ വരുന്നത്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ലിസ്ണിംഗ്. Now that I had direct access to എന്റെ കവർ സോങ്സ് ഒക്കെ പുള്ളിക്ക് അയക്കായിരുന്നു. പണ്ടൊക്കെ അയച്ചു കൊടുത്ത റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. ലൈക്ക് സിൻസ് ഐ വാസ് വർക്കിംഗ് വിത്ത് ഐ കുഡ് സെൻഡ് ഇറ്റ് ആൻഡ് ഹി വുഡ് ഗിവ് മീ ഫീഡ്ബാക്സ്. അങ്ങനെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. നഗുമോ ഇൻക്ലൂഡ് ചെയ്യുന്നതില് കുറച്ചൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഒരു ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പണ്ട് മോഹൻലാലും പ്രിയദർശനും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റില് ഇപ്പൊ അവരുടെ സെക്കൻഡ് ജനറേഷൻ ആണ് ഇതിനകത്ത്. അപ്പം ഇങ്ങനെ ആസ് എൻ ആർട്ടിസ്റ്റ് സ്റ്റേജ് ഷോസ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പം ഐ നോ റീസെന്റ്ലി യുഡ് ബീൻ ടു ഓസ്ട്രേലിയ, കുവൈറ്റ് ആൻഡ് ഓൾ, ആൻഡ് യു ടോൾഡ് മീ യു ഹാഡ് എ ഗുഡ് എക്സ്പീരിയൻസ് ദേർ. അപ്പം ആദ്യത്തെ സ്റ്റേജ് ഷോ എപ്പോഴായിരുന്നു? ആദ്യത്തെ സ്റ്റേജ് ഷോ ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു, ടെഗോർ തിയേറ്ററിൽ. അച്ഛൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. 1920, ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ്. അച്ഛന്റെ ഒരു ഷോന്റെ ഇടയ്ക്ക് എനിക്ക് 2 പാട്ട്. സോ ഐ റിമെമ്പർ ഐ സാങ് മഞ്ഞ പോലെ പോലെ ഐ സാങ് ദാറ്റ് ആൻഡ് നില കായികരുത്. അത് 2 ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടല്ലേ? വെരി നൈസ്. ഓക്കെ ഓക്കെ. അപ്പം എന്തെങ്കിലും ലൈക്ക് ഡു യു ഹാവ് സ്റ്റേജ് ഫ്രൈറ്റ്? എന്തെങ്കിലും ഒരു ചില ഹാവ് യു ഹാഡ് ഗ്രൂമിംഗ് ഫ്രം യുവർ ഫാദർ, how to perform on stage? അങ്ങനെയൊക്കെ. We still fight about what I wear on stage. That still happens. I am most comfortable with just the t-shirt, shirt, jeans. അച്ഛനെ കണ്ട സ്റ്റേജ് ഷോസിൽ കണ്ട അച്ഛൻ പ്രോപ്പർ ആയിട്ടാണ്. We still fight about it. പക്ഷേ എന്റെ ഫസ്റ്റ് സോങ് that I sing on stage will be a little shaky because stage fright ഉണ്ട്. അതൊന്നും യൂസ് ടു ആവണം. I can relate to you that. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് തന്നെ പറഞ്ഞ, എനിക്ക് ആ ആദ്യത്തെ പാട്ടിന്റെ തുടങ്ങി കുറച്ചാവണത് വരെ ഒരു ടെൻഷൻ. ഇറ്റ്സ് വെരി ഷേക്കി. അത് ആ ഒരു അൺഷുവറിറ്റി ആ പാട്ടിലും അറിയാം. കേൾക്കുമ്പോൾ ശരിക്കും കുറച്ച് ഷേക്കി ആയിരിക്കും. From the second song it's fine. Once I'm used to the place, the vibe, the audience, then it's fine. From the second song I'm much more confident. അപ്പൊ സ്റ്റേജ് ഫ്രൈറ്റ് എന്തായാലും സാധാരണ മനുഷ്യജീവികൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായി. അതെ അതെ. കാരണം ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലത്തെ ആൾക്കാർ ഇപ്പൊ വീട്ടിൽ വന്ന് പാടാൻ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അയ്യോ, ഷോന് പോകുമ്പോ യോ മീറ്റിംഗ് ലൈക് 300-400 people that you've never met before in your entire life. അപ്പൊ അങ്ങനെ ഒബ്വിയസ്ലി അപ്പൊ ആദ്യത്തെ അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ പാടുമ്പോ ആ ആദ്യത്തെ പാട്ട് എപ്പോഴും കുറച്ച് ഷേക്കി ആയിരിക്കും. അരവിന്ദിന് ഫ്യൂച്ചർ പ്ലാൻസ് ഇൻ ദ മ്യൂസിക് ഫീൽഡ്, ഇൻ സിംഗിങ്, ഇൻ കമ്പോസിങ്, അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? Composing is not my cup of tea. My dad composes. So ചെറുതായിട്ട് for his own
അതെയോ? സ്വന്തം ഇഷ്ടപ്രകാരം. ആൻഡ് ഫോർ എ കപ്പിൾ ഓഫ് പ്രോജക്ട്സ് ഹി ഡസ്, ചെറിയ ചെറിയ പ്രോജക്ട്സ്. ഹി ഹാസ് ട്രൈഡ് ഫോഴ്സിങ് അല്ല, ഹീസ് ആസ്ക്ഡ് ഒക്കെ ഒന്ന് രണ്ട് ട്യൂൺ ഇതാണ് സിറ്റുവേഷൻ. ബട്ട് ഐ ഓൾവേസ് നോട്ടീസ് ദാറ്റ് എന്റെ എല്ലാം എ ലിറ്റിൽ ടു ഇൻസ്പയർഡ് ആയിരിക്കും ഫ്രം സംതിങ് എൽസ്. യു ഇമീഡിയറ്റ്ലി കെൻ മേക്ക് ഔട്ട് ദാറ്റ്, ഓ ഇത് മറ്റേ പാട്ടല്ലേ. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ് ഡാബ് ഇൻ സംതിങ് ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ്. ബട്ട് സിംഗിങ് പ്രോജക്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. ആസ് ഐ സെഡ്, കന്നഡ ഇപ്പൊ ഇറങ്ങി, തമിഴ് ഇസ് യെറ്റ് ടു റിലീസ്. മലയാളത്തിൽ തന്നെ ഒരു 3-4 പ്രോജക്ട്സ് ഉണ്ട് പാടിയത്, ഫിലിംസ്. ആൻഡ് ദെൻ നോൺ ഫിലിം വർക്ക്സ് റെഗുലർലി വരും, ക്രിസ്മസ് സോങ്സ്, ഓണപ്പാട്ടുകൾ. അതിന്റെ ഇടയ്ക്ക് ദാറ്റ് ഓൾ കീപ്സ് കമ്മിങ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും അരവിന്ദിന്റെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, അരവിന്ദ് എന്തായാലും ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്, അതായത് മ്യൂസിക്കും ഫിലിം മേക്കിങ്ങും, ഓർ ആർ യു ഗോയിങ് ടു ഫോക്കസ് ഇൻ വൺ തിങ് ഓർ അതർ? The good thing is, for now, I'm not that busy an artist or a filmmaker. ഇപ്പൊ ഞാൻ ഫിലിംസ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല. ആൻഡ് ഓൾസോ ഐ എം നോട്ട് സമൺ ഹു ഹാസ് ഷോസ് എവറി ഡേ. ഇപ്പൊ ഓണമിനൊരു റഷ് ഉണ്ടായിരുന്നു, സോ ദാറ്റ് 1 month കുറെ ട്രാവൽ ഉണ്ടായിരുന്നു. ബട്ട് അഗൈൻ ഒക്ടോബർ നവംബർ കുറച്ച് ഷോസേ ഉള്ളൂ. ഈ ഫുൾ മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 4 ഷോസ് ഒക്കെ ഉള്ളൂ. ഇറ്റ്സ് ലൈക്ക് 1 show a week. ആൻഡ് ദെൻ നവംബറിലും അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഡിസംബറിൽ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആകുമ്പോൾ വീണ്ടും കുറെ ചറവറാന്ന് കുറെ. ഇപ്പൊ പാട്ടില്ലാത്ത സമയത്ത് ഐ എം interested in construct. I'm writing my own screenplay, which I would hopefully be able to direct. അപ്പൊ ഐ കെൻ വർക്ക് ഓൺ ദാറ്റ്. അപ്പൊ അതില്ലാത്ത സമയത്ത് ഐ കെൻ വർക്ക്. അപ്പോൾ ഇങ്ങനത്തെ സിംഗിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ അത് നിർത്തിയിട്ട് എനിക്ക് പോയി പാടിയിട്ട് തിരിച്ചു വരാൻ ഇപ്പൊ ലക്ഷറി എനിക്കുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ അബൌട്ട് യുവർ പാഷൻ ഫോർ ഫിലിംസ് ആൻഡ് യുവർ ഫിൽമി പ്രോജക്ട്സ് ആൻഡ് യുവർ എക്സ്പീരിയൻസസ് കേൾക്കാം. സോ അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. അടുത്ത എപ്പിസോഡ് എന്തായാലും കാണണം, കാരണം അടുത്ത എപ്പിസോഡിലാണ് അരവിന്ദിന്റെ ഫിലിമിംഗ് പ്രോജക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കി, നീയൻ ചാരയായി ചേർന്നിതാ അഴകേ. വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ